ഒരു പൊട്ടൽ ചീറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അത് അവിടെ പോയോണ്ടിരിക്കുകയാണ്. നോട്ടെ പോണ മൊത്തത്തിൽ അശ്വശിച്ചു. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നൊരു ചെറിയ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ്. ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ. ഈ സമയത്ത് ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനായിട്ട് വരാനുള്ള ഒരു കാരണം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമായിരിക്കാൻ സാധ്യതയുണ്ടത്. പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പൂജ്യം വിട്ട് കളി. എത്ര കൂട്ടുകാർ പൂജ്യം വിട്ട് കളിച്ചിട്ടുണ്ട്? ഞാൻ കളിച്ചിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത്. സമയം ചെലവഴിക്കാൻ വേണ്ടി വലിയ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ ഒരു 5 മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ ക്ലാസ് റൂമിലിരുന്ന് തന്നെ കൂട്ടുകാരോടൊപ്പം ഏതെങ്കിലും ഒരു നോട്ട് ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു പേജിൽ കുറേ പൂജ്യങ്ങളിട്ടിട്ട് വെട്ടി കളിക്കുക. സംഭവം ഒരു കിടിലൻ ഗെയിമായിരുന്നല്ലേ? അല്ല, ഞാൻ പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി വന്നതല്ല. ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് പൂജ്യം വിട്ട് കളി പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കേണ്ടി വന്ന ഒരു ആപ്പ് ഡെവലപ്പർക്ക് തോന്നിയൊരു ബുദ്ധിയാണ് ഈ പൂജ്യം വിട്ട് ആൻഡ്രോയിഡ് വേർഷൻ ഗെയിം രൂപത്തിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പൂജ്യം വിട്ട് കളി എന്ന് പറയുന്ന ഗെയിമിൻ്റെ വിവരണങ്ങളാണ്. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടുത്തിയ, നമുക്ക് തന്ന ഡെവലപ്പർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പൂജ്യം വിട്ട് എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പൂജ്യം വിട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ വളരെയധികം സൈസ് കുറവുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അത് നമ്മളിവിടെ ക്ലോസ് ചെയ്യുക, വായിച്ചതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എഗ്രി എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഭാഷ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഇവിടെ ഞാൻ മലയാളമാണ് കൊടുക്കുന്നത്, കാരണം മലയാളമാണ് കുറച്ചുകൂടിയും രസകരമായിട്ട് തോന്നിയത്, അതുകൊണ്ട് മലയാളം കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷൻ തുറന്നു വന്നിരിക്കുകയാണ്. ഏകദേശം 5ഓളം ടാബുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാം എന്നുള്ളൊരുത്തരുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരോടൊത്ത് ഓഫ്ലൈനായിട്ട് കളിക്കാം, കൂട്ടുകാരോടൊത്ത് ഓൺലൈനായിട്ട് കളിക്കാം. അതുപോലെ തന്നെ ക്രമീകരണങ്ങൾ, സെറ്റിങ്സ് ആണ് എന്നെക്കുറിച്ച്, ഡെവലപ്പറെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്കിവിടെ വായിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒറ്റ കളിക്കാം എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം ക്രമീകരണങ്ങൾ എന്നുള്ള താഴെ നാഗവല്ലി പേര്, എൻ്റെ അവതാരം, അത് ഫോട്ടോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അവതാരത്തെ ഇവിടെ ചൂസ് ചെയ്യാം. രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാള സിനിമയിൽ, നമ്മൾ കണ്ടുള്ള സിനിമകളിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ് ഇവിടെ അവതാരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രമണൻ, ഷാജി പാപ്പൻ, ദശമൂലം രാമു, അതുപോലെ നാഗവല്ലി, ഗഫൂർ, ഇവരൊക്കെ നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ഗഫൂർ, സുശീല, മണവാളൻ. പൂജ്യം വിട്ട് ഗെയിം എന്ന് പറയുന്നത് നമ്മളൊരു നൊസ്റ്റാൾജിയ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെവലപ്പർ ഇത്തരം പേരുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേരിനോട് സാമ്യമുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ ഷാജി പാപ്പ എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അവതാരം ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു, ഷാജി പാപ്പ. നിങ്ങൾക്ക് ഇവിടെ പേര് വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് പുതിയൊരു പേര് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അത്രയും ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനുശേഷം നമുക്കിവിടെ ശബ്ദം അനിമേഷനൊക്കെ ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ പ്രീമിയം വാങ്ങുക. ഇതിൽ ചില ചെറിയ ഫീച്ചറുകൾ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയം വാങ്ങണമെന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു പരസ്യം കൊണ്ട് അത് സ്കിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. 15 സെക്കൻഡുള്ള പരസ്യമുണ്ട്, അത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ആ ഫീച്ചറുകൾ ഉപയോഗിക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ് എന്തായാലും. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ കഴിഞ്ഞു എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു വില്ലനെ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കളിയുടെ അളവ്, ഉയരം, വീതിയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ 5ന് മുകളിലുള്ള കളികൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രീമിയം ഫീച്ചർ മേടിക്കേണ്ടി വരും, പ്രീമിയം വാങ്ങേണ്ടി വരും. അതുമല്ലെങ്കിൽ ഒരു പരസ്യം കണ്ടുകൊണ്ട് വേണമെങ്കിൽ ആ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ 5 എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഒരു വില്ലനെ മാറ്റാൻ നമുക്ക് സാധിക്കത്തില്ല. എളുപ്പം എന്നുള്ളതാണ്. നമ്മളെ പവനായിയാണ് വില്ലനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ കളി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ മൊബൈലുമായിട്ട് കളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഷാജി പാപ്പൻ, മറ്റേ സ്ഥലത്ത് പവനായി. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. നമുക്കറിയാം പൂജ്യം വിട്ട് കളിക്കാൻ, പക്ഷേ ഞാനതിൽ അത്ര വലിയ മിടുക്കനൊന്നുമല്ല. നമ്മൾ ഒരുപാട് തവണ അന്തസ്സായിട്ട് തോറ്റുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എങ്കിൽ കൂടി ഇപ്പോൾ പവനായി ഇവിടെ ഒരു വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ബോർഡർ നീല കളറിലാണ്, നമ്മൾ വരക്കുന്ന ലൈനിന് നീല കളറാണ് വരിക. പവനായിയുടെ ബോർഡർ പിങ്ക് കളറിലാണ്, അതുകൊണ്ട് പിങ്ക് കളറിലാണ് വരിക. ഇപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ അവസാനം വെച്ചിട്ടാണ് കൂട്ടപ്പൊരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമ്മളധികം ചിന്തിച്ച് നിൽക്കാതെ പെട്ടെന്ന് വരച്ച് പോവുകയാണ്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഒരു പൊട്ടൽ ചീറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അത് അവിടെ പോയോണ്ടിരിക്കുകയാണ്. നോട്ടെ പോണ മൊത്തത്തിൽ അശ്വശിച്ചു നോട്ടെ കേട്ടോ.
നമ്മൾ കുറച്ച് ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ പൊട്ടിപ്പാളിസാവും. ബുദ്ധി പ്രയോഗിക്കാനൊന്നുമില്ല, ലൈനാണ്ട് പറയുക തന്നെ. ഓക്കെ, ഒരു വര വന്നു. അയ്യോ ഒരെണ്ണെങ്കിലും കിട്ടാണ്ടിരിക്കില്ല എന്ന് വിചാരിക്കുക. ആദ്യം വരച്ചേര് പാളിപ്പോയി. അയ്യോ കിട്ടി. 1 2 3 തീർന്നു. 2 കിട്ടും. ഓക്കെ 3 അത് അങ്ങനെ അന്തസ്സായിട്ട് തോറ്റിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ തീർച്ചയായിട്ടും എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിന്നോട്ട് പോവുക. ഇപ്പോൾ നമുക്ക് കാണാം അന്തസ്സായിട്ട് തോറ്റിരിക്കുന്നത് ഷാജി പപ്പ 3, മിസ്റ്റർ പോനാഴി 17. ഞാൻ ആദ്യത്തിൽ കുറച്ച് പഴച്ചുപോയി, ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചിരുന്നു. കുഴപ്പമില്ല, നമുക്കിത് വെല്ലുവിളിക്കാൻ ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. നമ്മൾ മറ്റുള്ള കൂട്ടുകാരെ നമ്മൾ ഇതുവഴി ഇൻവൈറ്റ് ചെയ്യാം വാട്സാപ്പ് വഴി. ഓക്കെ, നമ്മൾ പിന്നോട്ട് പോകുന്നു. കൂട്ടുകാരോടൊത്ത് ഓഫ്ലൈന്. ഇതിൽ നമുക്ക് നമ്മുടെ നമ്മളടുത്തിരിക്കുന്ന കൂട്ടുകാരുമായിട്ട്, ഇപ്പോൾ നമ്മൾ കമ്പനി അടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ജസ്റ്റ് പിള്ളേരായിട്ട് കളിക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മളിവിടെ എത്ര കളി നമ്മളിവിടെ ചൂസ് ചെയ്യാം. 4 ഫ്രണ്ട്സ് ആണെങ്കിൽ 4 ഫ്രണ്ട്സ് കളി തുടങ്ങാൻ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ 4 ഫ്രണ്ട്സുമായിട്ട് അപ്പോൾ തന്നെ ഇതിൽ വരച്ച് കളിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല, പെട്ടെന്ന് വീഡിയോ തീർക്കാം. കൂട്ടുകാരടുത്ത് ഓൺലൈനിൽ കളിക്കാനുള്ള ഓപ്ഷനാണ്. പുതിയ കളി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പേര് ഷാജി പാപ്പ എന്നാണ്. നിങ്ങളിതിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വാട്സാപ്പിൽ വഴി ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ലിങ്ക് അതിലേക്ക് പോവുകയും അതുവഴി നമുക്ക് അവർക്ക് ഈ ഒരു ഗെയിമിലേക്ക് ഇതിലേക്ക് നമുക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യാം. അവരുടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ID ഇവിടെ തെളിയും. അപ്പോൾ നമുക്ക് അവരെ പിന്നീട് കളി തുടങ്ങുക എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ കളിക്കാം. അത് എത്ര ഫ്രണ്ട്സിനെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഇവരുടെ ക്രമീകരണങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ആരാണ് ഡെവലപ്പർ എന്നും കൂടി നോക്കാം. ഓക്കെ, ഇർഷാദ് PI എന്ന് പറയുന്നൊരു ആളാണ്. എന്തായാലും പുള്ളി നല്ലൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ് നൽകാം, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ലൈവ് TV ആപ്ലിക്കേഷനോ അതുപോലെ സാറ്റലൈറ്റ് സംബന്ധമായിട്ടുള്ള മറ്റുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും മാസലാം.